ഒരു വിദ്യാർത്ഥിയുടെ ശരിയായ പാഠപുസ്തകം അവൻ്റെ അധ്യാപകൻ തന്നെയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇവിടെ അതുപോലെ ഒരു അധ്യാപകനുണ്ട്. അനേകം തലമുറകളിൽ ജീവിതപാഠങ്ങളുടെ വെളിച്ചം നിറച്ച് കടന്നു പോകുന്ന ഒരാൾ. അധ്യാപകൻ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഫിസിക്സ് അധ്യാപകനും പ്രിൻസിപ്പാലുമായിരുന്ന ജയരാജൻ മാഷാണ്. അല്ല, എൻ്റെ ജയരാജൻ മാഷ് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ഒരേയൊരു അധ്യാപകൻ അദ്ദേഹം മാത്രമാണ്. പ്രഥമ ദൃഷ്ടിയിൽ കുറച്ച് കർക്കശക്കാരനായി തോന്നുമെങ്കിലും മാഷിനോട് കൂടുതൽ അടുക്കുന്തോറും അത് വെറുമൊരു മിഥ്യാധാരണ മാത്രമാണെന്നുള്ളറിവ് നമുക്കുണ്ടാവും. ഫിസിക്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കാന്തം ഇരുമ്പ് പൊടികളെ ആകർഷിക്കുന്നത് പോലെ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെ. അധ്യാപനം അഭിനിവേശമായി ജീവിതനിഷ്ഠയായി കൊണ്ടു നടന്ന ഒരാൾ AV ജയരാജൻ മാഷ്. ജീവിതപാഠങ്ങളെ തൊട്ടുണർത്തിയ ഈ ഗുരുവിൻ്റെ ക്ലാസ് മുറികളിൽ നിന്ന് എത്രയെത്ര കുഞ്ഞുങ്ങളാണ് ജീവിത വിജയങ്ങളുടെ വിശാല ആകാശത്തിലേക്ക് പറന്നുപോയത്. എത്രയെത്ര തലമുറകളാണ് ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൻ്റെ വളവുതിരിവുകളിൽ പകച്ചു നിൽക്കാതെ സ്വന്തം വഴികൾ വെട്ടിത്തെളിച്ച് മുന്നേറിയത്. യുറീക്ക ബാലവേദിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും പുരോഗമന പ്രസ്ഥാനങ്ങളും വായനയും പ്രചോദിപ്പിച്ച കുട്ടിക്കാലവും സാമൂഹ്യ ജീവിതവുമാണ് ജയരാജൻ എന്ന അധ്യാപകൻ്റെ വളർച്ചയുടെ ആധാരശിലയായത്. കടൂരിലെ PV ഗോപാലകൃഷ്ണൻ നമ്പ്യാരുടെയും AV പാർവതി അമ്മയുടെയും 4 മക്കളിൽ ഒരാളായ ജയരാജൻ്റെ ബാല്യം അക്കാലത്തെ നാട്ടിൻപുറത്തെ ഏതൊരു കുഞ്ഞിനെയും പോലെ ദാരിദ്ര്യത്തിൻ്റെ നിഴൽ പരന്നതായിരുന്നു. അച്ഛനും അമ്മക്കും മകൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും ഇളയ മകനാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മക്ക് 6 വയസ്സ് വരെ അവൻ കുട്ടി തന്നെയാണ്. അപ്പോൾ ഇത്രയും ഉത്സാഹമുള്ള ഈ കുട്ടിയെ ആൺമക്കളുടെ കൂട്ടത്തിൽ ഒരു പെൺകുഞ്ഞു വേണമെന്ന് വിചാരിക്കുന്ന അമ്മക്ക് ശരിക്കും നല്ല കാഴ്ചയിൽ നല്ല സുന്ദരനായിട്ടുള്ള കുട്ടി എന്നുള്ള രീതിയിലാണ് അമ്മ അത്രയും അമ്മ ആ ഇഷ്ടത്തോടു കൂടിയിട്ടാണ് മോനെ കാണുന്നത്. പ്രതിസന്ധികൾക്കിടയിലും വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ട് ആണ് അച്ഛനും അമ്മയും മോനെ കാണുന്നത്. പ്രതിസന്ധികളുണ്ട്, അനവധി പ്രതിസന്ധികളുണ്ട്. അതേസമയത്ത് അനിയന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷകളും പറ്റിയ ഒരു നമുക്ക് നമ്മുടെ അത്രക്കും പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അനിയന്മാർ മോനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇന്നിപ്പോൾ ഇത്രയും വർഷങ്ങളായി നമ്മൾ മെച്ചുവേർഡായി 56 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും ഇപ്പോഴും നമ്മുടെ ഈ 3 സഹോദരന്മാരുടെയും മൂത്ത 3 സഹോദരന്മാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഈ സകലമാന കാര്യങ്ങൾക്കും ഈ അനിയൻ ഇല്ലാതെ അനിയനുമായി ആലോചിക്കാതെ നമുക്കൊരു സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പോലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ചെറുപഴശ്ശി LP സ്കൂൾ ക്ലാസ്സിൽ പഠിത്തത്തിലാണെങ്കിൽ 1ാം സ്ഥാനത്ത് തന്നെയായിരുന്നു ജയരാജൻ. അതുകൊണ്ട് നമ്മൾ അന്നേ വിചാരിച്ചിരുന്നു എങ്ങനെയാണ് ഇദ്ദേഹം ഒരു സാധാരണ ഒരു വിദ്യാഭ്യാസ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു ശരിക്കും പറയാൻ വെച്ചാൽ ഒരു വിചക്ഷണൻ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എത്രയോ ഉയരത്തിലേക്ക് ഈ കുട്ടി എത്തുന്ന അന്നേ തീരുമാനിച്ചിരുന്നു. ചെക്കിക്കുളം രാധാകൃഷ്ണ UP സ്കൂൾ. ചെക്കിക്കുളം രാധാകൃഷ്ണ UP സ്കൂളിലെ ഒരു അധ്യാപകനെന്ന നിലക്ക് ജയരാജനെ സംബന്ധിച്ചുള്ള അയവിറക്കാനുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. അപ്പോൾ ജയരാജനെ പരിചയപ്പെടുന്നതിന് മുന്നേ അവൻ്റെ സഹോദരന്മാരായിട്ടുള്ള 3 കുട്ടികളെയും കൂടി ചെക്കിക്കുളം സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായ നിലക്ക് വരുന്ന ജയരാജനെ ഇപ്പോൾ
ഇവൻ്റെ ഏട്ടന്മാരായിട്ടുള്ള ഗോവിന്ദൻ്റെയും മറ്റുള്ള ആളുകളെയൊക്കെ തന്നെ സഹോദരനാണ് എന്ന് മനസ്സിലായപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് എന്തെല്ലാം മകനെ ജയരാജ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി ആദ്യമായി പൊട്ടിക്കരയുന്ന ഒരു രംഗമാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ മുമ്പിലുണ്ടായത്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലക്ക് കുട്ടിയുടെ പുറത്ത് തട്ടി ആ മോനെ വാ കീഴി വാ എന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരവസരം ആദ്യം തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി. തുടർന്ന് 3 വർഷക്കാലം നമ്മുടെ വിദ്യാലയത്തിലെ ഏറ്റവും നല്ല കുട്ടികളിൽ ഒരാളായി വളരാൻ ജയരാജന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഓർമ്മകളാണ്. പ്രത്യേകിച്ച് നമ്മൾ അക്കാലത്തൊക്കെ തന്നെ കലോത്സവങ്ങളിലും വാർഷികാഘോഷങ്ങളിലും സാഹിത്യ സമാജങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കുമ്പോൾ ഒരു സ്ഥിരം പ്രാസംഗികനായിട്ട് ഞാൻ കണ്ടെത്തിയിരുന്നത് ജയരാജൻ്റെയാണ്. കാരണം അതിൻ്റെ അവതരണവും കാര്യമൊക്കെ തന്നെ പറഞ്ഞു കൊടുത്ത് അതിന് ചില മേറ്ററുകളൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നീ സ്വന്തമായിട്ട് പറയണം മോനെ എന്ന് പറയുമ്പോൾ വളരെ നിഷ്പ്രയാസം അതൊക്കെ അവതരിപ്പിക്കാനും പറയാനുള്ള ശേഷി ആ കുട്ടിക്ക് വളരെ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ പഠനം. ചെക്കിക്കുളം രാധാകൃഷ്ണ UP സ്കൂളിലെ 7ാം ക്ലാസ് പൂർത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് ചട്ടുകപ്പാറ സ്കൂൾ അപ്പോഴേക്കും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പൊതുവെ എൻ്റെ സഹപാഠികളും മറ്റുള്ളവരും കൂടാളി ഹൈസ്കൂളിലും അതുപോലെ തന്നെ കമ്പിൽ ഹൈസ്കൂളിലും മയ്യിൽ ഹൈസ്കൂളിലൊക്കെ ആയിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്താനായി പോയിരുന്നത്. പക്ഷേ 81 ചട്ടുകപ്പാറ സർക്കാരിൻ്റെ നേതൃത്വത്തിലൊരു സ്കൂൾ വന്നതുകൊണ്ട് എനിക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നല്ലൊരു അവസരമാണ് ലഭിച്ചത്. എൻ്റെ നാട്ടിൽ നിന്ന് വളരെ അടുത്തുള്ള പഞ്ചായത്ത് മാറ്റാണെങ്കിലും ഒരു 1.5 കിലോമീറ്റർ നടന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. ഒരുപക്ഷെ UP സ്കൂളിൽ പോകുന്ന അത്ര ദൂരം ഹൈസ്കൂളിലേക്ക് വരുന്നതിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കുറച്ചും കൂടി അനുകൂലമായൊരു ഘടകമായിട്ടാണ് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ 8, 9, 10 ഇവിടെ വെച്ച് പൂർത്തിയാക്കുന്നു. ആ പൂർത്തിയാക്കിയ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ നമ്മളതിൻ്റെ തുടക്കം 8, 9 ക്ലാസ്സുകൾ നടന്ന ഈ സ്ഥലമാണ് ഈ ചോറപ്പ് മീനാമാട്ടൻ്റെ വർക്ക് ഷെഡും ഉൾപ്പെടെയുള്ള പ്രദേശം. ചൊവ്വ B.Ed കോളേജിലെ അധ്യാപന കോഴ്സും മൈസൂരു റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലെ ലോക നിലവാരമുള്ള പഠനവുമാണ് ജയരാജൻ എന്ന അധ്യാപകനെ രൂപപ്പെടുത്തിയത്. ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു 2005 മുതൽ 26 വരെയുള്ള ദീർഘകാല അധ്യാപനം. പെരുമാച്ചേരി GLP, വിജയഗിരി GOP, കണ്ണൂർ ഗവൺമെൻറ് ടൗൺ ഹയർ സെക്കൻഡറി, മയ്യൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി, സമാന്തര വിദ്യാലയങ്ങളായ കണ്ണൂർ മാൽസ് അക്കാദമി, JB's കോളേജ്, ജയന്തി കോളേജ്, ടാഗോർ കോളേജ് എന്നിങ്ങനെ അനേകം വിദ്യാലയങ്ങളിലൂടെ എണ്ണമറ്റ പഠിതാക്കൾ ജീവിത വിജയങ്ങളിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്ന് ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് കാണും വിധം വളർന്നതിൽ ഈ മനുഷ്യൻ്റെ കാലടിപ്പാടുകളുണ്ട്. വാടക ഷെഡിലെ ശ്വാസം മുട്ടലിൽ നിന്ന് ഹൈടെക് വിദ്യാലയങ്ങളുടെ അതിശയ സൗകര്യങ്ങളിലേക്ക് അനേകം മനുഷ്യരെ ഒപ്പം ചേർത്തുള്ള യാത്രയിൽ ജീവശ്വാസം പോലെ ഈ വിദ്യാലയത്തെ നെഞ്ചേറ്റിയ ആത്മാർപ്പണമുണ്ട്. ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 2026 മാർച്ച് മാസം 31-ാം തീയതി വിരമിക്കുന്ന പ്രിൻസിപ്പൽ ശ്രീ AV ജയരാജനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA പ്രസിഡൻ്റായി 4 വർഷക്കാലം പ്രവർത്തിക്കാൻ അവസരമുണ്ടായിരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ നല്ല അധ്യാപകനും അതുപോലെ തന്നെ നല്ലൊരു സംഘാടകനും അതുപോലെ നല്ല ആശയവ്യക്തിയുള്ള ഒരാളും അതോടൊപ്പം തന്നെ നല്ല വിമർശകനുമാണ്. അപ്പോൾ ആ നിലയിൽ ഒരു സ്കൂളിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് ജയരാജൻ മാഷ്ടെ ഭാഗത്തുനിന്നുണ്ടായത്.
2016 ആരംഭിച്ചിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോഴാണ് സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു വികസന സമിതി നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുവേണ്ടി നല്ല പ്രവർത്തനമാണ് ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ അദ്ദേഹവും PTA പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഒക്കെ ചേർന്ന ഒരു കമ്മിറ്റി നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളിൻ്റെ സർവ്വതോന്മുഖമായിട്ടുള്ള പുരോഗതി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പുതിയ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം, ടോയ്ലറ്റ് കോംപ്ലക്സുകൾ, സ്കൂൾ ബസ്, ഓഡിറ്റോറിയം, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം, അതുപോലെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ നവീകരണം, ഇങ്ങനെ വിവിധ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുത്തത് നമ്മുടെ പ്രിൻസിപ്പളായിരുന്ന ജയരാജൻ മാഷിൻ്റെ കാലത്താണ്, അദ്ദേഹത്തിൻ്റെ കാലത്താണെന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ പൊതുവേ പറയാനുള്ളത്, അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കൂടി പ്രവർത്തകനായതുകൊണ്ട് തന്നെ നല്ലൊരു ഉൾക്കാമ്പുള്ള കാഴ്ചപ്പാടുള്ള ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ എല്ലാ നിലയിലുള്ള പ്രവർത്തനം, അക്കാദമിക് നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ, കുട്ടികളുടെ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും മികവാർന്ന പ്രവർത്തനമാണ് ജയരാജൻ മാഷിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല പരിശോധിക്കുമ്പോൾ, വിജയത്തിൻ്റെ കാര്യത്തിൽ പരിശോധിക്കുമ്പോൾ നല്ല നിലയിൽ ഇവിടെ ഹയർ സെക്കൻഡറി റിസൾട്ടായാലും അതുപോലെ തന്നെ നമ്മുടെ 10ാം തരം റിസൾട്ടായാലും എല്ലാ നിലയിലും ഒരു മികവുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഇവിടെ ഉള്ള മറ്റൊരു പ്രത്യേകത, ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ എന്ന നിലയിൽ അദ്ദേഹം എല്ലാ 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെയുള്ളത്. അതിൻ്റെ എല്ലാം പ്രിൻസിപ്പൾ അതുപോലെ തന്നെ HM ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ചേർന്നുകൊണ്ട് 5 മുതൽ 12 വരെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഒരു മികവാർന്ന പ്രവർത്തനമാണ് ജയരാജൻ മാഷ് ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നമ്മുടെ സ്കൂളിനെ കൊണ്ടുപോകാൻ എല്ലാ മേഖലയിലും ഇടപെടാൻ ജയരാജൻ മാഷ് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജയരാജൻ മാഷുടെ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് അധ്യാപക രംഗത്ത് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ സ്കൂളിൽ ചില പ്രയാസം ഉണ്ടാക്കുന്നവരും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആശയവ്യക്തതയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ജയരാജൻ മാഷുടെ സേവനം ഇനിയും സ്കൂളിൽ ലഭ്യമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വേരുവളർത്തിയ ബോധനീതിശാസ്ത്രമുണ്ട്. അല്പം കാർക്കശ്യമുള്ളതെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാവുന്ന വിട്ടുവീഴ്ചയില്ലാത്ത അച്ചടക്കമുണ്ട്. പാഠത്തിനപ്പുറത്തുള്ള ജീവിത പാഠങ്ങളെ പിന്തുടരുന്ന ഉൾക്കാഴ്ചയുണ്ട്. വരുംകാലത്തിന് അനുയോജ്യമാം വിധം വിദ്യാലയത്തെ പരിവർത്തനപ്പെടുത്താനുള്ള ദീർഘദർശിത്വമുണ്ട്. അധ്യാപകൻ്റെ പരിവേഷങ്ങളെല്ലാം അഴിച്ചുവെച്ച് കുട്ടികളോട് കൂട്ടുചേരാനുള്ള ഹൃദയവായ്പുണ്ട്. അധ്യാപനം കേവലമൊരു തൊഴിലല്ലെന്നും കുഞ്ഞുങ്ങളുടെ ഉള്ളു തൊടുന്ന കലയാണെന്നും അതിനുമപ്പുറം മനുഷ്യരെ പാകപ്പെടുത്തുന്ന ദർശനമാണെന്നും നമുക്ക് ബോധ്യമാവുക ജയരാജൻ മാഷെ പോലുള്ള അധ്യാപകർക്കരികെ എത്തുമ്പോഴാണ്. വിദ്യാലയങ്ങൾക്കും അക്ഷരങ്ങൾക്കും ഒപ്പമുള്ള നീണ്ട 32 വർഷത്തെ യാത്രയിൽ എത്രയെത്ര ശിഷ്യഗണങ്ങൾ. ഇതാര് വിനീഷാണ്. ഞാനിപ്പോ അങ്ങോട്ട് വരാനുള്ള പരിപാടിയാണ്. ചേച്ചി സ്കൂളിൽ കഴിഞ്ഞ് നേരിട്ട് വരുന്നതാണ്. ഓരോരാളും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നതാണ്. അല്ല, എന്നാ നമുക്ക് വീട്ടിൽ പോയിക്കൂടെ? പിന്നെ ഷിജു ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ ഇരിക്കൊക്കെ ഉണ്ടെങ്കിൽ മൈന്ന് അങ്ങോട്ടേക്ക് വരും. ജലീലോ? വീട്ടിൽ തന്നെ ഷീജ പിന്നെ നമ്മളെ ഇപ്പൊ കൊറേ കാണുന്നില്ല. സ്കൂൾ കുട്ടികളപ്പുറം തന്നെ തിരക്കല്ലേ. അല്ല, ഏറ്റവും രസമുള്ള പരിപാടി അതെ, മക്കളെ പഠിപ്പിക്കും, കുഞ്ഞു മക്കൾ. പിന്നെ വിനീഷ് എന്നിട്ട് NIT-ലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചിങ് റിസർച്ചിലായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, മൊത്തത്തിൽ ഹാപ്പി അല്ലേ? ജലീല് വീട്ടിൽ തന്നെ, ഷിജുവിന് അധികം ദൂരില്ല. ഞാനിങ്ങനെ നോക്കുമോ, നമ്മളെല്ലാം പ്രായമായി, മാഷ് ഇപ്പോഴും സ്റ്റിൽ. ഞാനിപ്പോ മാഷ എപ്പോ കാണുമ്പോൾ ചോദിക്കണം, ഞാൻ ആലോചിക്കുന്നത് സീക്രട്ട് ഇത് വെച്ചാല് ഞാൻ +2 എന്റെ +2 കരിയറിൽ സംഭവിച്ച ഒരു ടേണിംഗ് പോയിന്റ് എന്റെ +2 ആണ്. +2 സമയത്ത് മാഷിനടുത്ത് എത്തിപ്പെടുകയുള്ളതാണ് ശരിക്കും എന്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ലൊരു കാര്യം. കാരണം ഞാൻ അവിടെ എത്തിപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ തന്നെ വഴിയിലെത്തിപ്പോയത്. കാരണം എനിക്ക് ആ സമയത്ത് വേണ്ട ഗൈഡൻസ് അല്ലെങ്കിൽ എന്നെ എങ്ങനെയാണ് ഏത് സൈഡിലോട്ടാണ് തിരിച്ചു വേണ്ടത് മാഷ് കറക്റ്റായിട്ട് മനസ്സിലായി. എന്നെ മാത്രമല്ല, ഞാൻ കണ്ടിടത്തോളം ആ +2 ഗ്രൂപ്പിൽ തന്നെ, ആ ബാച്ചിൽ തന്നെ മാഷിക്ക് ഓരോരുത്തരും എങ്ങനെ വേണം, ഓരോരുത്തർക്ക് എന്ത് അറ്റൻഷൻ കൊടുക്കണം മാഷിക്ക് ശരിക്കും പറയാം. അപ്പൊ അത് ഞാൻ എപ്പോൾ ആലോചിക്കാം, എങ്ങനെയാണ് എനിക്ക് ആ സമയത്ത് എന്താ വേണ്ടത് മാഷിക്ക് എങ്ങനെ മനസ്സിലായെന്ന് പറയാം. കാരണം നമുക്ക് നമ്മളെ മക്കളെ തന്നെ മനസ്സിലാകുന്നില്ല, അതെപ്പോൾ ആലോചിക്കാറുണ്ട്. വർഷങ്ങളോളം മാഷ് ഇപ്പോഴും ഇത് തുടരുന്നുണ്ട്. എല്ലാ കുട്ടികളും എത്ര ബാച്ച്
നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഈ അന്വേഷിച്ചു വരുന്ന അതാണ് മാഷക്ക് ഇങ്ങനെ ഒരു ആകാനുള്ള ഒരു ഭൂതകാലം എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് താല്പര്യം. അതൊരു കഥയാണ്. ആശയക്കുഴപ്പങ്ങളിൽ വീണുപോവുമായിരുന്ന അനേകം ജീവിതങ്ങൾക്ക് ചൂട്ടുവെളിച്ചം പകർന്നതിൻ്റെ ഓർമ്മകളുടെ അടയാളപ്പെടുത്തലാണ്. മാതൃകാധ്യാപകൻ എന്ന പദത്തിൻ്റെ പൊരുളറിഞ്ഞതിൻ്റെ സ്നേഹവായ്പാണ്. ഒരു ക്ലാസ് മുറി സാർത്ഥകമായി പ്രവർത്തിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ അടയുന്നുണ്ടാവണമെന്നത് ഈ അധ്യാപന ജീവിതം ലോകത്തോട് പറയുന്നുണ്ടാവണം. ഞാൻ സാറിൻ്റെ 1999 മുതൽ 2001 വരെ +2 സയൻസ് ബാച്ചിൽ മയ്യിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു സ്റ്റുഡൻ്റായിരുന്നു. ഞാനിന്ന് കാനറ ബാങ്ക് ഇരിക്കൂർ ബ്രാഞ്ചിൻ്റെ സീനിയർ മാനേജറാണ്. അപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിലെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു അധ്യാപകൻ, ഒരു സുഹൃത്ത്, നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു രക്ഷാവിനോളം കാണാൻ പറ്റുന്ന ഒരാളാണ് ജയരായ മാഷ്. നമ്മൾ ഇപ്പോൾ ജയരായ മാഷ് റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളിപ്പോൾ ഓൾമോസ്റ്റ് +2 വിദ്യാർത്ഥികളെന്ന് പറയുന്നത് നമ്മളൊക്കെ 2001 ആകുമ്പോഴേക്ക് തന്നെ +2 കഴിയുന്ന ഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മളൊരു രക്ഷിതാവായി. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് എങ്ങനെയുള്ള അധ്യാപകർ പഠിപ്പിക്കണമെന്നൊരു ധാരണ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ഒരു അധ്യാപകൻ, അതായത് ഒരു രക്ഷിതാവിനോളം വളർന്നതും ഒരു വ്യക്തിവികാസത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും നമ്മളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു അധ്യാപകരായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള നമ്മളെ അധ്യാപനം എന്ന് പറയുന്ന ഒരു ജോലിയെ അതൊരു ജോലിയായി കാണാതെ അതിനെ ഏറ്റവും വലിയ അർത്ഥത്തിൽ തന്നെ കണ്ട് ഏതർത്ഥത്തിലേക്ക് വളരണം, ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിലായാലും കുട്ടിയെ പുറത്ത് കാണുന്ന സാഹചര്യത്തിലായാലും അല്ലെങ്കിൽ അവരുടെ വീടുകൾ സന്ദർശിച്ച് അവരോട് സംസാരിക്കുന്ന സാഹചര്യത്തിലായാലും അത് ആ ഘട്ടത്തിൽ എത്രത്തോളം വളരണം എന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്ന അധ്യാപകരിൽ ജയരായ മാഷ്. നാട്ടിൻപുറത്തെ സാധാരണ സർക്കാർ വിദ്യാലയം SSLCയിലും ഹയർ സെക്കൻഡറിയിലും 100% വിജയം നേടുന്നതിൽ അസാധാരണത്വമുണ്ട്. ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അത്തരമൊരു നേട്ടം കയ്യെത്തിപ്പിടിച്ചത് 2023 ഒരു പതിറ്റാണ്ടുകളായി ഈ 2 പരീക്ഷകളിലും 100% വിശേഷിപ്പിക്കാവുന്ന വിജയമോ കൈപ്പിടിയിലൊതുക്കുന്നുമുണ്ട്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹവും കൈകോർത്ത് പിടിച്ച് കൈവരിച്ച ഈ നേട്ടത്തിൻ്റെ സാരഥിയായി ജയരാജ മാഷുണ്ട്. ജില്ലയിലെ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി ബാച്ചുകൾ ചട്ടുകപ്പാറയുടേതാണെന്ന് അക്കാദമിക് സമൂഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് മുറികളെ സംവാദാത്മകമായും സാങ്കേതികമായും സർഗാത്മകമായും മാറ്റിയാണ് ഈ നേട്ടം കൈവരിച്ചത്. അക്കാദമിക നേട്ടങ്ങളിലേക്ക് ചട്ടുകപ്പാറ സഞ്ചരിച്ചത് ജയരാജൻ മാഷിൻ്റെ മുൻകൈയിൽ രൂപപ്പെടുത്തിയ അനേകം പരീക്ഷണങ്ങളിലൂടെയാണ്. കുട്ടികളുടെ ലോഗ് ബുക്കും മന്ത്ലി എക്സാമും ദൈനംദിന അസംബ്ലിയും ഒരധ്യയന വർഷം കുറഞ്ഞത് 8 തവണയെങ്കിലും ചേരുമെന്നുറപ്പുള്ള അധ്യാപക രക്ഷകർത്തൃ സംഗമവും ഒറ്റ അസംബ്ലികൾ പോലും നടത്താൻ കഴിയാത്ത സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച അച്ചടക്കമുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി കാപട്യമില്ലാതെ കുടുംബത്തിലും സ്കൂളിലും പൊതുസ്ഥലത്തും പെരുമാറുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഗൃഹസന്ദർശനവും അങ്ങനെ എത്രയെത്ര വ്യത്യസ്തമായ ചുവടുവയ്പ്പുകൾ.
വായനയുടെ ലോകത്തിലേക്ക് കുട്ടികളെ നയിക്കുന്ന, അവർക്കെപ്പോഴും കടന്നു ചെല്ലാവുന്ന ജീവനുള്ള ലൈബ്രറിയുണ്ട്. പഠനകാലത്തെ കുട്ടികളിൽ നൈപുണ്യെ വളർത്തുന്ന സ്കിൽ ഡെവലപ്പ് സെൻ്ററുണ്ട്. കുട്ടികൾക്ക് അവരെ മനസ്സിലാക്കാനുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കിയാണ് ചട്ടുകപ്പാറ സ്കൂളിനെ മാഷും സഹപ്രവർത്തകരും വളർത്തിയത്. അപ്പർ പ്രൈമറിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നും പരസ്പരം വെള്ളം കിടക്കാത്ത അറകളല്ല ഈ വിദ്യാലയത്തിൽ. ഒന്ന് മറ്റൊന്നിൻ്റെ തുടർച്ചയെന്ന പാരസ്പര്യത്തിലൂന്നിയ ഹൃദയബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ ഈ അധ്യാപകൻ്റെ നേതൃശേഷിയുണ്ട്. 2012 മുതലാണ് ഞാൻ ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി വരുന്നത്. ആ വർഷം തന്നെയാണ് ജയരാജൻ മാഷ് പ്രിൻസിപ്പാളായി പ്രൊമോഷനാകുന്നത്. ഞങ്ങൾ നേരത്തെ മയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗഹൃദം ഞങ്ങൾക്ക് തുടരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്കൂളിന് അനുവദിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഹെഡ് മാസ്റ്ററോടൊപ്പം നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ ജയരാജൻ സാറ് നൽകുന്നത് അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൺവീനറായിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കും നല്ല നിർദ്ദേശങ്ങൾ, നല്ല കാമ്പുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് എനിക്ക് പ്രൊമോഷൻ കിട്ടി പോകുമ്പോൾ നല്ല മിടുക്കനായ ഒരു ഹെഡ് മാസ്റ്ററായി തിരിച്ചു വരൂ എന്നാണ് സാറ് പറഞ്ഞത്. പിറ്റത്തെ കൊല്ലം പ്രൊമോഷനായതിൻ്റെ അടുത്ത കൊല്ലം തന്നെ ഞാൻ ഇവിടെ ഹെഡ് മാസ്റ്ററായിട്ട് വരികയും പിന്നീട് ഞങ്ങൾ യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്ന വേർതിരിവില്ലാതെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം തന്നെയാണ് നേതൃത്വം നൽകിയിരുന്നത്. അതുകൊണ്ട് വിജയത്തിൻ്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലും നല്ല ഒരു പിന്തുണ ഹയർ സെക്കൻഡറി എന്നുള്ള നിലയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആഘോഷങ്ങളും നമ്മൾ കൂട്ടായിട്ടാണ് നടത്തൽ. ഓണാഘോഷം, അതുപോലെ സ്വാതന്ത്ര്യദിനാഘോഷം, മറ്റെല്ലാ പരിപാടികളും, ജനകീയ പരിപാടികൾ ഉൾപ്പെടെ അദ്ദേഹം PTA സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളുടെ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടും. കുട്ടികൾക്ക് ഒരുപക്ഷെ ഹെഡ് മാസ്റ്ററോടുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം പ്രിൻസിപ്പാളോടുണ്ട്. നേരിട്ട് വന്ന് പ്രിൻസിപ്പാളോട് പരാതി പറയുന്ന വിദ്യാർത്ഥികളും ഉണ്ട്. വളരെ ഞങ്ങളുടെ ഒരു പ്രധാന ഭാഗ്യമെന്ന് പറഞ്ഞാൽ സാറ് ഈ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് സാറിൻ്റെ വീട്. ഒരുപക്ഷെ ഇത്ര അടുത്ത് സ്കൂളിൻ്റെ അടുത്ത് വീടുള്ള പ്രിൻസിപ്പാൾ സാറ് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നമ്മളെ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. നല്ലൊരു ഭരണാധികാരി, നല്ലൊരു സുഹൃത്ത്, നല്ല സഹോദരൻ എന്നുള്ള നിലയിലാണ് എനിക്ക് സാറിനെ അനുഭവപ്പെട്ടത്. സാറിനോട് ഒന്നിച്ച് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കൗമാരത്തിൻ്റെ ആശയക്കുഴപ്പങ്ങളിൽ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ ജയരാജൻ മാഷ് അലിവുള്ള കൗൺസിലറാവും. കുട്ടികളുടെ ഹൃദയഭാഷയെ ഒപ്പം കൂട്ടാനാണ് ഈ അടുത്ത കാലത്ത് മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ ഡിപ്ലോമ നേടിയത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകനും ഇടയിലുള്ള അദൃശ്യമതിലിനെ മായ്ച്ചുകളയണമെന്ന തോന്നലായിരുന്നു അത്. 2019-20 കാലഘട്ടങ്ങളിൽ ഈ ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജിൽ 14ാം ബാച്ചിലെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ വിദ്യാർത്ഥിയായിട്ടാണ് ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ജയരാജൻ സാറും ഇങ്ങോട്ട് കടന്നു വന്നത്. സാറിൻ്റെ സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും ആദ്യം ഒരു സാധാരണക്കാരനായി മാത്രമേ തോന്നിയുള്ളൂ എങ്കിലും കുറച്ചു നാളത്തെ ഇടപെടൽ കൊണ്ട്
ഈ സാധാരണക്കാരനിൽ ഒരു അസാധാരണ അധ്യാപകനുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. കാരണം ഈ ഹൃദയാറാം കമ്മ്യൂണിറ്റി കോളേജിൽ ഒരു അഡീഷണൽ ഡിഗ്രി എടുക്കാൻ വേണ്ടി മാത്രം കടന്നു വന്ന ഒരു അധ്യാപകനായിരുന്നില്ല ജയരാജൻ സാറ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ശനി ഞായർ എന്ന് പറയുന്നത് അവർക്ക് അടിച്ചു പൊളിക്കാൻ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും അവരുടെ കുടുംബത്തിനോടൊപ്പം മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും മാറ്റിവെക്കാനുള്ള സമയമാണ്. പക്ഷേ ത്യാഗപൂർവം അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഹൃദയാറാമിലേക്ക് കടന്നു വരുമ്പോൾ സാറിൻ്റെ ഒരു ഉദ്ദേശം, ഇൻ്റർവ്യൂവിൽ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദിവസവും കൈകാര്യം ചെയ്യുന്ന കുട്ടികളെ കുറച്ചുകൂടി കാര്യക്ഷമമായി അവരുടെ ഹൃദയത്തിനോട് എനിക്ക് സംവദിക്കാൻ കഴിയണം, അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു സാമ്പത്തിക ലാഭമോ കൗൺസിലിങ്ങിൽ പഠിച്ചിട്ട് ട്രെയിനിങ് രംഗത്ത് വലിയ അറിയപ്പെടുന്ന ഒരാളാകണമോ എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനായി താൻ സ്നേഹിക്കുന്ന കുട്ടികൾക്ക് ഒരു മികച്ച അധ്യാപകനായി, അവരുടെ ഹൃദയത്തെ തൊടുന്ന ഒരു അധ്യാപകനായി മാറണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി തന്നെയാണ് സാർ ഇവിടേക്ക് കടന്നു വന്നത്. ഞങ്ങളുടെ ഈ ചിന്ത 100% ശരിയായിരുന്നു എന്ന് സാറിൻ്റെ ശിഷ്യനായി കടന്നു വന്ന വിനീഷ് എന്ന് പറയുന്ന സാറിൻ്റെ സ്റ്റുഡൻറ്റും ഇതേ കാര്യം ഞങ്ങളുടെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വിനീഷ് ഞങ്ങളോട് പറഞ്ഞു, വിനീഷിൻ്റെ ജീവിതത്തിൽ ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റ് വന്നപ്പോൾ ഒരു പക്ഷേ കാലിടറാതെ മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിഞ്ഞത് ഈ ജയരാജൻ മാഷിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സിസ്റ്റർ എന്ന് ഭയങ്കര അഭിമാനത്തോടുകൂടി, വളരെ അഭിമാനത്തോടുകൂടി വിനീഷ് പങ്കുവയ്ക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ടീച്ചേഴ്സ് ഡേയിൽ നമ്മളുടെ അധ്യാപകർക്കൊക്കെ ആശംസകൾ കൈമാറുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആൻ ആവറേജ് ടീച്ചർ ടീച്ചേഴ്സ്, ആൻ എക്സലൻറ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഒരു വർഷം മുൻപ് ചട്ടുകപ്പാറ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് SSLC പരീക്ഷ നടക്കുന്ന സമയത്ത് ആകസ്മികമായിട്ട് മരിക്കുമ്പോൾ, അതും ആ പരീക്ഷ നടക്കുന്ന ദിവസം തന്നെ. പക്ഷേ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ സാറ് ആ കുടുംബത്തിൽ ഇടപെട്ട് ആ കുട്ടിയെ ആശ്വസിപ്പിച്ച് അതിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ പോലും ഈ കുട്ടിയെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ക്രമീകരിച്ച് അന്ന് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ ആ കുട്ടിയെ ഹോളിലേക്ക് നടത്തുന്ന ഒരു അധ്യാപകൻ്റെ റോൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് കണ്ണ് നനയാതെ ആ വാർത്ത വായിക്കാനാവുമോ, ആ വാർത്തയെക്കുറിച്ച് ചിന്തിക്കാനാവുമോ? അധ്യാപനം എന്ന് പറയുന്നത് മറ്റേത് പ്രൊഫഷനേക്കാളും കൂടുതൽ എപ്പോഴും മാഹാത്മ്യം ഉള്ള ഒന്നാണ്. അക്ഷരങ്ങളിലൂടെയുള്ള, വിദ്യാർത്ഥികളുടെ മനസ്സുകളിലൂടെയുള്ള ഒരു അധ്യാപകൻ്റെ ജീവിതം എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ അക്ഷരയാനം ഒരിക്കലും അവസാനിക്കാതെ എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ചേഞ്ചിലൂടെയാണ് ഉണ്ടാവുന്നത് അല്ലേ? അല്ലാണ്ട് നേരിട്ട് മാക്സിമം വാല്യൂ ആവലോ പെട്ടെന്ന് 0 ആവലോ അല്ല. തുടർച്ചയായി 0യിൽ നിന്ന് പരമാവധി വാല്യൂലെത്തി, പിന്നെ മിനിമം വാല്യൂലേക്ക് 0യിലേക്ക് വന്നു, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ചേർത്ത് 2 പൾസുകൾ, ശരിയല്ലേ? നമ്മൾ വരയ്ക്കുന്നത് ഉപയോഗിക്കുന്ന AC-യുടെ ഫ്രീക്വൻസിയാണ് 50 ഹെർട്സ്. ഇത് നമുക്ക് ഏത് ഫ്രീക്വൻസിയിലേക്കും മാറ്റാൻ പറ്റും. SLC പഠനത്തിന് ശേഷം എൻ്റെ മകൻ്റെ പിന്നീടുള്ള പഠനം പല സ്കൂളുകളിലും അവസരങ്ങളുണ്ടായിട്ടും ചട്ടുകപ്പാറ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവൻ തീരുമാനിച്ചത് സയൻസ് വിഷയം എടുക്കാനായിരുന്നു. പക്ഷേ അത് അവന് പഠിച്ച് പാസ്സാകാൻ സാധിക്കുമെന്ന് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ സ്കൂളിൽ ചേർക്കുകയും പിന്നീട് സ്കൂളിലെ പ്രിൻസിപ്പൽ ജയരാജൻ മാഷുമായി ബന്ധപ്പെട്ടതിന് ശേഷം
അത് നമുക്ക് ആ കുട്ടിയെ എത്ര മാറ്റം ഉണ്ടായി എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ അവൻ്റെ പഠനത്തിലും എത്ര മാറ്റം ഉണ്ടായി എന്നുള്ളത് ബോധ്യപ്പെട്ട ആളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ആ പിന്നീടുള്ള രാത്രികാലങ്ങളിലുള്ള ക്ലാസ്സുകൾ, വൈകുന്നേരങ്ങളിലെ ക്ലാസ്സുകൾ, ജയരാജൻ മാഷ ഇടപെടലുകൾ, അതിലൂടെയാണ് എൻ്റെ മകൻ ആ +2 പാസ്സായത് എന്ന് ഇന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു മകളുണ്ടായിരുന്നു. അവൾ ഈ UP സ്കൂൾ, ചിക്കി കോളേജ് സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ക്ലാസ് റൂമിലോ യാതൊരു സഹപാഠികളോടും സംസാരിക്കില്ലായിരുന്നു, അധ്യാപകരോട് സംസാരിക്കില്ലായിരുന്നു. പക്ഷേ ആ കുട്ടിയെ നിർബന്ധപൂർവ്വം TC വാങ്ങിച്ച് ഷട്ടോപ്പാറ സ്കൂളിൽ എത്തിച്ചപ്പോൾ ആ സ്കൂൾ അന്തരീക്ഷത്തിലുണ്ടായ അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അവൾ വളരെ സ്മാർട്ടാവുകയും നന്നായി പഠിച്ച് അവൾ BBA ഒക്കെ പാസ്സായി നല്ല നിലയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ജയരാജൻ മാഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുണ്ട്. അധ്യാപകരെയും ജീവനക്കാരെയും രക്ഷിതാക്കളെയും പൊതുസമൂഹത്തെയും ഒറ്റച്ചരടിൽ കോർത്താലെന്ന പോലെ ഒരുമയോടെ കൂടെ നിർത്താനുള്ള രീതിശാസ്ത്രമുണ്ട്. ഞാനും ജയരാജൻ മാഷും ബാല്യകാലത്തെയുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു 12 വയസ്സ് മുതൽ പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ പരിഷത്തിൻ്റെ യുറീക്ക ബാലവേദി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ജയരാജൻ മാഷ് എൻ്റെ നാട്ടിലേക്കും ഞാൻ ജയരാജൻ മാഷ് നാട്ടിലേക്കും പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അന്ന് തന്നെ ബാലവേദിയിൽ ജയരാജൻ മാഷ് സംസാരിക്കാറുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ക്ലാസ് എടുക്കാറുണ്ട്. ജയരാജൻ മാഷ് അന്നേരം ഒരു അധ്യാപകനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ജന്മനാ തന്നെ ഒരു അധ്യാപകനായി ജനിച്ച ഒരാളെന്നാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് 97 മയിലൊരു പാരലൽ കോളേജിലെ അധ്യാപകരായിട്ടാണ്. ഏതാണ്ട് 1-2 വർഷം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ജയരാജൻ മാഷ് മികച്ച ഒരു ശാസ്ത്രാധ്യാപകൻ ആണെന്ന് മാത്രമല്ല, മറ്റ് അധ്യാപകർക്ക് പലപ്പോഴും പ്രചോദനമായി തീരുന്ന ഒരാളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഫിലോസഫിക്കലായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് വിദ്യാഭ്യാസം എന്താണ്, ക്ലാസ് റൂം എന്താണ്, പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മനഃശാസ്ത്രപരവും ഫിലോസഫിക്കലുമായിട്ട് തത്വശാസ്ത്രപരവുമായിട്ടുള്ള പ്രത്യേകത എന്താണ്, ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജയരാജൻ മാഷ് ക്ലാസ് റൂം പഠിപ്പിക്കലും അതുപോലെ മറ്റുള്ളവരുടെ പഠിപ്പിക്കലിനെ, അവരുടെ അധ്യയനത്തെ വിലയിരുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് അധ്യാപകരുടെ കഴിവുകളും പരിമിതികളും മനസ്സിലാക്കാനും അവരോട് ആ നിലയിൽ അവരുടെ കഴിവുകളെയും പരിമിതികളെയും പറ്റി പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ, അവരെ തിരുത്താനും ജയരാജൻ മാഷ്ക്ക് വളരെ ഫലപ്രദമായി കഴിഞ്ഞിട്ടുണ്ട്. ചില ഘട്ടങ്ങളൊക്കെ വളരെ കർശനമായി അവരോട് സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ ഒരു ശാസ്ത്രം പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭാഷ പഠിപ്പിക്കുന്നു, സാഹിത്യം പഠിപ്പിക്കുന്നു, അത് പഠിപ്പിക്കുന്നതിലൂടെ കുട്ടിയിലുണ്ടാകേണ്ട വർത്തന വ്യതിയാനം എന്താണെന്ന് ജയരാജൻ മാഷ്ക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം ഒരു ശാസ്ത്രാധ്യാപകനാണ്, പക്ഷേ സാഹിത്യത്തിലും ഭാഷയിലൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാഷാധ്യാപകൻ എന്നുള്ള നിലക്ക് എന്നെ ജയരാജൻ മാഷ് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒരു ശാസ്ത്രാധ്യാപകനായ ജയരാജൻ മാഷ്ക്ക് ഒരുപക്ഷെ ഭാഷാധ്യാപകനായ എന്നേക്കാൾ നല്ല കാഴ്ചപ്പാടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭാഷ പഠിപ്പിക്കുന്ന പലർക്കും ഇല്ലാത്തതും ഈ ഒരു കാഴ്ചപ്പാടാണ്. അപ്പം അതുകൊണ്ട് ഭാഷയുടെ പ്രാധാന്യം എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിൽ ഒരു മനുഷ്യൻ്റെ വളർച്ചയിലും അതുപോലെ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിലും ഭാഷ എത്രമാത്രം വലുതാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് എത്രമാത്രമാണ് ഒരു മനുഷ്യനെ വളർത്തുന്നത്, അവൻ്റെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് എത്രമാത്രം ഭാഷ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ ജയരാജൻ മാഷ് നന്നായിട്ട് പറയാറുണ്ട്. പടിയിറങ്ങി പോകുന്ന നേരത്ത് നാം കേൾക്കാറുള്ള ഭംഗിവാക്കല്ല ഇതൊന്നും. ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ അധ്യാപകനായി എത്തിയ വിദ്യാലയങ്ങളെയെല്ലാം അവിശ്വസനീയമാം വിധം മാറ്റിപ്പണിത അധ്യാപകൻ്റെ പാദമുദ്രകളാണ്. ജീവിത വിജയങ്ങളിലേക്ക് കുതികൊണ്ട ആയിരക്കണക്കായ ശിഷ്യരുടെ ഹൃദയാദരമാണ്. മാഷേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ടെന്ന മനുഷ്യപ്പറ്റുള്ള ഓർമ്മയുടെ ഹൃദയമുദ്രകളാണ്. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഇപ്പം ഒരാൾ നിങ്ങളെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു 5 അധ്യാപകരുടെ പേര് പറഞ്ഞാൽ ഞാൻ ആദ്യം ജയരാജൻ മാഷ പേര് പറയും. കാരണം അത്രയും ആത്മബന്ധമാണ് മാഷും കുട്ടികളും ഞാനുമായിട്ടുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 30 വർഷം കഴിഞ്ഞ ശേഷവും മാഷ് ഒരു പരിപാടിക്ക് മാഷെ ഡോക്യുമെൻ്ററി ഉദ്ഘാടനത്തിന് ഇവിടത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഓടിയെത്തിയത്. അപ്പോൾ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. മാഷ ആദ്യത്തെ വിദ്യാർത്ഥിയാവാൻ വേണ്ടി നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മാഷ ആദ്യമായി ജോലി തേടി വന്നത് കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. അന്ന് 10ാം ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു.
മാഷെ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ടും മാഷ് എന്താ പറയുക ഈ നമ്മളെ സ്കൂൾ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലും ജില്ലാ കലോത്സവങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ മാഷ് നമുക്കറിയാം നമ്മളില്ലായ്മയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെക്കാൾ ദാരിദ്ര്യത്തിൽ നിന്ന് വന്ന മാഷക്ക് ഇതിൻ്റെ എന്താ പറയുക പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ നന്നായി അറിയുന്നത് കൊണ്ടായിരിക്കാം മാഷ് ഒരുപക്ഷെ എൻ്റെ അവസ്ഥയിലുള്ള കുട്ടികൾ ഇപ്പോൾ എന്താ പറയുക എൻ്റെ അനുഭവമുള്ള കുട്ടികൾ എന്താ പറയുക എന്നേക്കാൾ മികച്ച രീതിയിൽ വളർന്നു വരണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും മാഷ് ഈ എന്താ പറയുക ഇതുപോലെ മുൻകരുതൽ എടുത്തുകൊണ്ട് നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ എത്തിക്കാൻ മാഷൊക്കെ കാണിച്ച മനസ്സ് തന്നെയാണ് ഇന്ന് ഞാൻ ഉണ്ണി എന്ന ഒരു വ്യക്തി ഉണ്ണിക്കാനായി ശില്പി എന്ന രീതിയിൽ അറിയപ്പെടാൻ തന്നെ കാരണം. സ്കൂളിനോട് ചേർന്ന് പണി കഴിപ്പിച്ച വീട്ടിൽ പൂനെയിൽ കേന്ദ്രീയ വിദ്യാലയം അധ്യാപികയായ ഭാര്യ സംഗീതയ്ക്കും മക്കളായ MBBS വിദ്യാർത്ഥി അഭിൻ സംഗീത് രാജ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി അഭയ് സംഗീത് രാജ് എന്നിവർക്കൊപ്പമാണ് താമസം. ആ വീട്ടിൽ എല്ലാ കാലത്തും പൂക്കളും കനികളും വിളയുന്ന കുഞ്ഞു കൃഷിത്തോട്ടമുണ്ട്. അവനവനിൽ പ്രകൃതിബോധവും മണ്ണിനോടുള്ള ജൈവബന്ധവും വളർത്തുന്നതിനുള്ള ഉപാധിയാണ് ജയരാജൻ മാഷിന് ഈ കൃഷിത്തോട്ടം. എല്ലാ തിരക്കുകളിലും ജയരാജൻ മാഷ് വിട്ടുവീഴ്ചയില്ലാതെ തോട്ടം നട്ട് നനച്ച് പരിപാലിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവർക്ക് സ്വയം ഒരു മാതൃകയാവുന്നതിനുള്ള പല വഴികളിൽ ഒന്നാണത്. സ്വന്തം മക്കളും സഹോദരങ്ങളുടെ മക്കളും ഉൾപ്പെടെ വംശവൃക്ഷത്തിലെ അനേകം കണ്ണികളുടെ അധ്യാപകനാവുക എന്ന അപൂർവമായ നേട്ടവും ജയരാജൻ മാഷിൻ്റെ സർവീസ് ബുക്കിലുണ്ട്. കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ അതുപോലെ കലാപരമായിട്ടും എല്ലാം അവന് ഒരുപാട് സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് ഇത്തരം ഇങ്ങനൊരു സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് അവനെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് ഘടകങ്ങളുണ്ടാവും. അതെന്തൊക്കെയാണ്? അതിൻ്റെ നമ്മളെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നത് നമ്മൾ മറ്റുള്ളവരാൽ നല്ല രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നു. നമ്മൾ നല്ല രീതിയിൽ സ്വാധീനിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങുന്നത് എവിടുന്ന? ആദ്യത്തെ സ്വാധീനം സ്വാഭാവികമായിട്ടും കുടുംബത്തിനായിരിക്കുമല്ലോ. അമ്മ, പിന്നെ അച്ഛൻ്റെ സ്വാധീനം, അതുപോലെ സഹോദരന്മാരുടെ സ്വാധീനം. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സ്വാധീനമുണ്ട്, സഹോദരന്മാരുടെ സ്വാധീനമുണ്ട്, അതുപോലെ തന്നെ അച്ഛൻ്റെ സ്വാധീനം. അപ്പം ഇങ്ങനെ സ്വാധീനിക്കപ്പെടുമ്പോൾ നമ്മളിപ്പോൾ അച്ഛനും അമ്മയും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളും സഹോദരന്മാരും എല്ലാം ഏറ്റവും മികച്ച വളരെ അനുകരണീയമായ ഗുണങ്ങളായിരിക്കണം എന്നില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് സ്വാംശീകരിക്കും. പക്ഷെ ഈ സ്വാംശീകരിച്ച സംഗതിയെ തന്നെ നമ്മൾ പിന്നീട് ഒരു ബോധ്യമൊക്കെ വരും. അതിനാണ് വിദ്യാഭ്യാസം. നമ്മൾ സ്കൂളിൽ പോകുന്നു അപ്പോൾ കുറച്ചുകൂടി ഔപചാരികമായി സ്വാധീനിക്കാൻ പറ്റും. അതായത് നമ്മൾ പഠിച്ച് കുട്ടികളെ എങ്ങനെ ചിന്തിപ്പിക്കണമെന്ന് ബോധ്യമുള്ള അധ്യാപകരുണ്ടാവും. ചിലർ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ടാവും. ഇതിനോട് അവർ നമ്മളെ പഠിപ്പിക്കില്ല. അപ്പം നമുക്ക് വീട്ടിൽ നിന്നും നേരത്തെ പറഞ്ഞില്ല, നമ്മൾ സ്വാധീനിച്ച ഘടകങ്ങളിൽ ചില ശീലങ്ങൾ ചിലപ്പോൾ തെറ്റാണെന്ന് പോകും. ആ തെറ്റാണ് ശരിയോ എന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന് ഗുണപരമായി പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എനിക്ക് ഒറ്റക്കൊരിക്കലും മികച്ചവനാവാൻ കഴിയില്ല എന്നൊരു ബോധം വളരെ ശക്തമായി ചെറുപ്പത്തിൽ തന്നെ നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായും തരാനുള്ള സന്ദേശം. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്തെന്ന ചോദ്യത്തിന് അധ്യാപകനായിരിക്കുക എന്ന് ജയരാജൻ മാഷ് സംശയമില്ലാതെ ഉത്തരം നൽകുന്നു. അത് കഴിഞ്ഞാലോ എന്ന ചോദ്യത്തിന് അത് കഴിയുന്നില്ലല്ലോ എന്ന ജീവിത ദർശനം ചൊല്ലി മാഷ് ക്ലാസ് മുറിയിൽ നിന്ന് യാത്ര ചൊല്ലി പിരിയുന്നു. ഔപചാരികമായി മാത്രമേ മാഷ് അധ്യാപനത്തോടും നമ്മുടെ വിദ്യാലയത്തോടും വിട പറയുന്നുള്ളൂ. ജീവിതത്തിൽ നാം എല്ലായ്പ്പോഴും വിദ്യാർത്ഥിയാണെന്ന ചൊല്ലുപോലെ ജയരാജൻ മാഷ് ആയുഷ്കാലം അത്രയും അധ്യാപകൻ തന്നെയായിരിക്കും. നാം
അതിശയത്തോടെ നോക്കി നിൽക്കുന്ന അക്ഷരായനമാണത്. ചുറ്റിലും വെളിച്ചം കൊളുത്തി വയ്ക്കുന്ന ജീവിത പ്രയാണം.